ഹാരി സ്റ്റുഡൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീജിയൻ ലേണിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ജിയോഗ്രഫിയിലെ ഓരോ ചാപ്റ്ററിലെയും വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയമാണ്, ജിയോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ. അതിൽ നിന്ന് നമ്മൾ ഒരു 1-2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി. ചിലപ്പോൾ എസ്സേ ഒറ്റ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 2 ഷോർട്ട് ക്വസ്റ്റ്യനാണ് വരിക. അത് പ്രധാനമായിട്ടും ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫിയാണ്. ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫിയുടെ 2 അപ്രോച്ചുകളുണ്ട്, 2 സമീപനങ്ങളുണ്ട്. ഒന്ന് വ്യവസ്ഥാപിത സമീപനവും അതേപോലെ തന്നെ മറ്റൊന്ന് മേഖലാ സമീപനവും. അപ്പോൾ വ്യവസ്ഥാപിതമായുള്ള സമീപനത്തിൻ്റെ അണ്ടറിലുള്ള ശാഖകൾ ഏതൊക്കെയെന്നുള്ളത് മാത്രം ചിലപ്പോൾ ചോദിക്കും. അത് പ്രധാനമായിട്ടും ഒരു 3 ബ്രാഞ്ചസ് ആണ്. പിന്നെ ചിലപ്പോൾ 2 മാർക്കിന് ചിലപ്പോൾ എന്ത് ചോദിക്കാം, നിങ്ങളോട് മേഖലാ സമീപനം പ്രകാരമുള്ള ഭൂമിശാസ്ത്രത്തിൻ്റെ ബ്രാഞ്ചസ് ഏതൊക്കെയെന്നുള്ളത് ചോദിക്കും. അതിലൊരു 4 ബ്രാഞ്ചസാണ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഇത് 2 കൂടി കൂട്ടിയിട്ട് ഒരു 6 മാർക്കിൻ്റെ ഒരു എസ്സേ ആയിട്ടും ചോദിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും. ഇതിൽ നിന്ന് ഒരു എസ്സേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് പ്രധാനമായിട്ടും ഏർലി തിയറിയും മോഡേൺ തിയറിയും രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒന്നിച്ചൊരു എസ്സേ ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യകാല സിദ്ധാന്തങ്ങൾ മാത്രം എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ആധുനിക കാല സിദ്ധാന്തങ്ങൾ മാത്രം ചോദിക്കും. ഇനി ഇതൊന്നും ചോദിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ നെബുലാർ തിയറി എന്ന് പറഞ്ഞ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബിഗ് ബാങ് തിയറി. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്പ് ഓഫ് പ്ലാനറ്റ്. ആ ടൈപ്പ് ഓഫ് പ്ലാനറ്റിൽ പ്ലാനറ്റുകൾ സൂര്യൻ്റെ അടുത്തുനിന്ന് എന്താ പറയുക ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് എന്ത് ചെയ്യും ചോദിക്കും. അതായത് സൂര്യൻ്റെ അടുത്ത് ഏത് ഗ്രഹമാണ്, തൊട്ടടുത്ത് ഏത് ഗ്രഹമാണ്, അങ്ങനെ അത് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയും ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ 3rd ചാപ്റ്ററാണ് ഭൂമിയുടെ ഉള്ളറ. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഭൂമിയുടെ ഉള്ളറയുടെ വിവരങ്ങൾ ലഭിക്കുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയെന്ന് ചോദിക്കും. പ്രധാനമായിട്ടും 2 സോഴ്സസാണുള്ളത്, 2 സ്രോതസ്സുള്ളത്. ഒന്ന് പ്രത്യക്ഷ സ്രോതസ്സും മറ്റൊന്ന് പരോക്ഷ സ്രോതസ്സും. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 മാർക്കിന് ചോദിക്കും. പിന്നെ ഭൂകമ്പത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭൂകമ്പ തരംഗങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ അതായത് ഭൂകമ്പ തരങ്ങൾ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കും. പ്രധാനമായിട്ടും 2 ടൈപ്പാണുള്ളത്, ബോഡി തരംഗങ്ങൾ അതേപോലെ തന്നെ പ്രതല തരംഗങ്ങൾ. ഈ ബോഡി തരംഗങ്ങളിൽ തന്നെ പി തരംഗങ്ങളുണ്ട്, എസ് തരംഗങ്ങളുണ്ട്. അത് മാത്രം ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കും. ചിലപ്പോൾ എന്താണ് പി തരംഗങ്ങൾ, ചിലപ്പോൾ എന്താണ് എസ് തരംഗങ്ങൾ എന്നുള്ളതും ചോദിക്കും. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഭൂമിയുടെ ഘടന. അത് എന്തായാലും ചോദിക്കും. ഇനി ഇൻ കേസ് അത് എസ്സേ ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ എടുത്തിട്ട് ചോദിക്കും. അതായത് പ്രധാനമായിട്ടും 3 ഘടനയാണ് ഭൂമിക്കുള്ളത്. ഒന്ന് ഭൂവൽക്കം, മാൻഡിൽ, അതേപോലെ തന്നെ കാമ്പ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലുള്ള ഇതൊക്കെ നിങ്ങൾ പഠിച്ചേക്കണം. ഇത് കൂടാതെ ചിലപ്പോൾ അഗ്നിപർവ്വതങ്ങളെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കും. അതിൻ്റെ ടൈപ്സ് ആയിരിക്കും ചോദിക്കുക. പ്രധാനമായിട്ടും 5 ടൈപ്സ് ഉണ്ട്, 5 പഠിച്ചു വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് 3ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി 4ാമത്തെ ചാപ്റ്ററാണ് വൻകരകളുടെയും മഹാസമുദ്രങ്ങളുടെയും വിതരണം. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ അനുകൂലിക്കുന്ന തെളിവുകൾ ചോദിക്കും. പ്രധാനമായിട്ടും 5 തെളിവുകളുള്ളത്. അത് 5 നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫലകചലന സിദ്ധാന്തം ചോദിക്കും. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫലക അതിരുകൾ ചോദിക്കും. പ്രധാനമായിട്ടും 3 ഫലക അതിരുകളുള്ളത്. അത് 3 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇതൊരു 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കും. നമ്മുടെ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്നുള്ള ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. 2 മാർക്കിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എന്താണ് അപക്ഷയം എന്ന് ചോദിക്കും. പിന്നെ അപക്ഷയം 3 തരത്തിലുണ്ട്, അത് ഏതൊക്കെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഒരു 3 മാർക്കിന് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളത് എന്തായാലും ചോദിക്കും. പ്രധാനമായിട്ടും ഒരു 5 ഘടകങ്ങളുണ്ട്. 5 നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഈ നമ്മുടെ ഭൂരൂപീകരണങ്ങളും അവയുടെ പരിണാമവും ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ലാൻഡ് ഫോം മെയ്ഡ് ബൈ റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലത്താൽ നിർമ്മിച്ച ഭൂരൂപങ്ങൾ. പിന്നെ ഇതേപോലെ തന്നെ സെയിം പാറ്റേൺ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഭൂഗർഭജലം സൃഷ്ടിച്ച ഭൂരൂപങ്ങൾ, ലാൻഡ് ഫോം ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ. അത് ഏറ്റവും കൂടുതൽ ചാൻസ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൊടുക്കണം, കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഉയർന്നതും പാറക്കെട്ടുള്ളതുമായുള്ള തീരം. അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അതേപോലെ തന്നെ താഴ്ന്നതും മൃദുവായ ചെരിവോട് കൂടിയതുമായിട്ടുള്ള അവസാദ തീരം. ഇത് 2ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കണ്ടൽക്കാടുകൾ കൂടി ചോദിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയയാണ്. അപ്പോൾ കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. ഇനി അന്തരീക്ഷത്തിലെ ഘടകവസ്തുക്കളും അവയുടെ ഘടനയും. ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷത്തിൻ്റെ ഘടന ഡയഗ്രാം വരച്ചിട്ട് നിങ്ങളോട് ആ ഘടന അടയാളപ്പെടുത്താൻ വേണ്ടി ഒരു ചോദ്യം വരും. അപ്പം അന്തരീക്ഷത്തിലെ പാളികൾ, നിങ്ങൾ 5 പാളികൾ എന്ത് ചെയ്യണം,
ചിത്രസഹിതം അത് വരച്ച് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ചിലപ്പോൾ 2 മാർക്കിന് എന്താണ് ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോൺ പാളിൻ്റെ പ്രാധാന്യം എന്തെന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഈ ഒരു ഭാഗത്ത് നിന്ന് വരാം. ഈ സൗരവികിരണം അതേപോലെ തന്നെ താപസന്തുലനം, ഊഷ്മാവ്, ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ 5 ഘടകങ്ങളുണ്ട്, 5ഉം നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ അതേപോലെ തന്നെ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. സൗരവികിരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് പ്രധാനമായിട്ടും ഒരു 6 ഘടകങ്ങളുടെ 6 നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് വരിക. ഒന്ന് സൗരവികിരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും അതേപോലെ തന്നെ താപവികിരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും. ഇനി അന്തരീക്ഷ വായു ചംക്രമണം അതേപോലെ തന്നെ ദൈനംദിന കാലാവസ്ഥാ വ്യവസ്ഥകളും ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ജനറൽ സർക്കുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. പ്രധാനമായിട്ട് 5 ഘടകങ്ങളുടെ 5 ഘടകങ്ങൾ നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പിന്നെ കാലിക വാദങ്ങൾ, സീസണൽ വിൻഡ്സ് എന്താണെന്നുള്ള 2 മാർക്കിന് ചോദിക്കും. ദെൻ അത് കൂടാതെ പ്രാദേശിക വാദങ്ങളും ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ കാറ്റുകളുടെ ഓരോ തരംതിരിവുണ്ടല്ലോ, അതായത് കാലികവാദങ്ങൾ, സ്ഥിരവാദങ്ങൾ, അതേപോലെ തന്നെ ചാക്രിക വാദങ്ങൾ, പ്രാദേശിക വാദങ്ങൾ, ഇത് 3ഉം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വരും. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ചോദിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും. അതേപോലെ തന്നെ പർവ്വതക്കാറ്റും താഴ്വാരക്കാറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളതും ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ നമ്മുടെ അന്തരീക്ഷത്തിലെ ജലം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമിഡിറ്റി എന്താണെന്നുള്ളത് ചിലപ്പോൾ 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് ചോദിക്കും. then ഹ്യൂമിഡിറ്റിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സമ്പൂർണ്ണ ആർദ്രതയും അതേപോലെ തന്നെ ആപേക്ഷിക ആർദ്രതയും. അപ്പോൾ ചിലപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മാത്രം ചിലപ്പോൾ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കും. അതാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്, എന്താണ് ആപേക്ഷിക ആർദ്രത. ദെൻ പിന്നെ ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്ലൗഡ്. മേഘങ്ങളുടെ വിവിധ തരമുണ്ട്, വ്യത്യസ്ത തരം മേഘങ്ങൾ ഏതൊക്കെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരും. പ്രധാനമായിട്ടും മേഘങ്ങൾ 4 തരങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. ആ 4 നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഈ ചാപ്റ്റർ നമ്മൾ വളരെ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വിവിധ തരം മഴകളാണ്, അതായത് റെയിൻസ് ആണ്. 3 ടൈപ്സ് ഓഫ് റെയിൻസ് ഏതൊക്കെയെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ ഇനി അടുത്ത ചാപ്റ്ററാണ് സമുദ്രജലത്തിൻ്റെ ചലനങ്ങൾ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്, തിരമാലകളുടെ സവിശേഷതകൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ 5 സവിശേഷതകൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. 5ഉം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വേലികളുടെ പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈഡ് എന്താണെന്നുള്ളത് ചോദിക്കും. ദെൻ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈഡ്, വ്യത്യസ്ത തരം വേലികൾ ഏതൊക്കെയെന്നുള്ളത് ചോദിക്കും. ഇത് കൂടാതെ ചിലപ്പോൾ ഒരു 2 മാർക്കിന് ഓഷ്യൻസ് കറന്റ് എന്താണെന്നുള്ളത് ചോദിക്കും കേട്ടോ. സമുദ്രജല പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ നമ്മുടെ ജൈവ വൈവിധ്യവും അതേപോലെ തന്നെ സംരക്ഷണം എന്നുള്ള ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലെവൽ, അതായത് ജൈവ വൈവിധ്യങ്ങളെ പ്രധാനമായിട്ടും 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് ചോദിക്കും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പ്രാധാന്യം വിവരിക്കാൻ വേണ്ടി ചോദിക്കും. പിന്നെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് മെഗാ ഡൈവേഴ്സിറ്റി സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ചോദിക്കും. അത് 2 മാർക്കിനാണ് ചോദിക്കുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് പാർട്ട് 2 പോവാം. ഇനി നമ്മുടെ പാർട്ട് 2 ആണ് ഫിസിക്കൽ ജിയോഗ്രഫി എൻവയോൺമെൻറ്റ്, ഇന്ത്യ ഭൗതിക പരിസ്ഥിതി. ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്ഥാനമാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ മാത്രമല്ല ഈ പാർട്ട് 2 നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ പാർട്ട് 2 എല്ലാ ഗ്രാഫുകളും നിങ്ങൾ ടെക്സ്റ്റിലുണ്ടാവും, അതൊക്കെ നോക്കി വെക്കുക. എന്നിരുന്നാലും ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദ്വീപസമൂഹങ്ങൾ ഏതൊക്കെയെന്നുള്ള ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ദെൻ മറ്റൊന്ന് പെനിൻസുലാർ പീഠഭൂമിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് ചോദിക്കും. അതൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. ഇത് കൂടാതെ ചിലപ്പോൾ ഇന്ത്യയുടെ കരാതിർത്തി ഏതൊക്കെയെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം. ദെൻ അതേപോലെ തന്നെ ഇന്ദിരാ പോയിന്റ് എന്നുള്ള എന്താണെന്നുള്ള ഒരു മാർക്കിന് ചോദിക്കാം. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വരും. ദെൻ നമ്മുടെ 2ാമത്തെ ചാപ്റ്ററാണ് ഘടന എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഇതിൽ നിന്നും ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുക. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മഹാസമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ ചോദിക്കും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട ദ്വീപസമൂഹങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ചോദിക്കും. പിന്നെ വെസ്റ്റ് ഏംഗിൾസും ഈസ്റ്റ് ഏംഗിൾസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്നുള്ളത് ചോദിക്കും. പിന്നെ ഇത് കൂടാതെ പിന്നെ മാപ്പും കൂടി ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതല്ലാതെ ചിലപ്പോൾ 6 മാർക്കിന് ഇന്ത്യയിലെ ആ 6 വിഭാഗം ഭൂപ്രകൃതി ഉണ്ടല്ലോ, അതായത് ചാപ്റ്റർ മൊത്തത്തിൽ ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള രീതിയിലൊരു എസ്സേയും ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. നമ്മുടെ 3rd ചാപ്റ്റർ നീരൊഴുക്ക് വ്യൂഹം. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നീരൊഴുക്കിൻ്റെ മാതൃകകൾ, ആ പാറ്റേൺസ് ഏതൊക്കെയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നദികളുടെ ഉത്ഭവത്തിൻ്റെ രീതി അനുസരിച്ച് ഇന്ത്യയുടെ നദീജല വ്യവസ്ഥകൾ ഏതൊക്കെയെന്ന് ചോദിക്കുക. 2 അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ദെൻ പിന്നെ അത് കൂടാതെ നമ്മൾ ചാപ്റ്റർ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഉപദ്വീപീയ നദികൾ ഏതൊക്കെയെന്നുള്ള
ചോദിക്കും. പിന്നെ മാത്രമല്ല ഉപദ്വീപീയ നദികളുടെ സവിശേഷതയും ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറയുന്ന പാർട്ട് 2-ലെ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ഓഫ് ഇന്ത്യയിലെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമായിട്ടും ഒരു 7 ഘടകങ്ങളുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മൺസൂണും ഇന്ത്യയിലെ സാമ്പത്തിക ജീവിതവും. നമ്മൾ കാലാവസ്ഥയെ ആശ്രയിച്ചിട്ടാണല്ലോ കൃഷി ചെയ്യുന്നത്, അത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു 2-3 മാർക്കിന് ചോദിക്കാം. പിന്നെ ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള 4 ഋതുക്കൾ ഏതൊക്കെയെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വാഭാവിക സസ്യജാലങ്ങൾ. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സാമൂഹ്യ വനവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 2 മാർക്കിന് ചോദിക്കും. ദെൻ പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ജൈവമണ്ഡല കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ചോദിക്കും. അതായത് ജൈവമണ്ഡല റിസർവുകൾ ഏതൊക്കെയാണ്, ബയോസ്ഫിയർ റിസർവ്സ് ഏതൊക്കെയാണ് ചോദിക്കും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് വനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ 1988 നവീകരിച്ചിട്ടുള്ള ദേശീയ വനനയം വന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ചാപ്റ്ററാണ് പാർട്ട് 2-ലെ പ്രകൃതിക്ഷോഭങ്ങളും അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും. ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രോട്ട്, വിവിധ തരം വരൾച്ചകൾ ഏതൊക്കെയെന്നുള്ളതാണ്. വരൾച്ചകൾ പ്രധാനമായിട്ടും 4 തരമുണ്ട്, അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഉരുൾപൊട്ടൽ ദുരന്തം ലഘൂകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിർദ്ദേശിക്കണം. അപ്പോൾ എന്താണ് ഉരുൾപൊട്ടൽ, അത് എങ്ങനെ നമുക്ക് അത് കുറച്ച് കൊണ്ടുവരാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ +1 ജിയോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, മാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ എന്താണോ ചോദിച്ചത് അതിന് അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ മാത്രം കൊടുക്കുക, വലിച്ചു നീട്ടി ഒന്നും എഴുതേണ്ട, കറക്റ്റ് പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.